Hi everyone, myself Yasser Abdullah, ACMA USA qualified and also an ACCA affiliate. ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു കോഴ്സാണ് CMA USA. ആ CMA USA സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് CMA USA? അമേരിക്കയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന IMA എന്നൊരു ബോഡിയുടെ അണ്ടറിൽ വരുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് CMA USA അഥവാ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഒരു CMA USAയിൽ എൻറോൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്നത് +2 ആണ്. +2ലെ ഏത് സ്ട്രീമും ആയിക്കോട്ടെ, കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഏത് മേഖലയിൽ വന്നാലും നമുക്ക് CMA USAയിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾ +2ൽ എത്ര മാർക്ക് എന്നുള്ളത് ഇവിടെ യാതൊരു കാരണവശാലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര മാർക്ക് സ്കോർ ചെയ്താലും +2 നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് CMA USA ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ട് CMA USA എന്ന ചോദ്യത്തിനുള്ള മെയിനായിട്ടുള്ള ഉത്തരമാണ് ഒരു ഗ്ലോബൽ കരിയർ വിത്തിൻ എ ഷോർട്ട് ഡ്യൂറേഷൻ. ഗ്ലോബൽ കരിയറുകൾ വളരെ ചെറിയ ഡ്യൂറേഷനിലൂടെ നേടിയെടുക്കാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് CMA USA. വിത്തിൻ 1 ഇയർ കൊണ്ട് 2 എക്സാമുകൾ പാസ്സാവലോടുകൂടി നിങ്ങളെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമ്മുടെ മുന്നിൽ തുറക്കാൻ വേണ്ടി പോകുന്നത്. CMA USA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ MNC കമ്പനികളിൽ ഹൈ സാലറിയോട് കൂടിയുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് പോലെയുള്ള, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, എന്തിനു പറയുന്നു, CFA പോലെയുള്ള, CA പോലെയുള്ള പൊസിഷനിലേക്ക് എത്താൻ നമുക്ക് CMA USA സർട്ടിഫിക്കേഷൻ സഹായിക്കും. CMA USAയുടെ കോഴ്സ് സ്ട്രക്ചറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 2 പാർട്ട് എക്സാംസ് ആണ്. ഈ 2 പാർട്ടുകൾ ക്വാളിഫൈ ചെയ്യലോടുകൂടി CMA USA നിങ്ങൾ എന്തായി ക്വാളിഫൈ ആയി. അതോടൊപ്പം നിങ്ങളൊരു റെലവൻ്റ് ആയിട്ടുള്ള ഡിഗ്രിയും +2 ഇയർ റെലവൻ്റ് എക്സ്പീരിയൻസ് കൂടി നേടലോടുകൂടി നിങ്ങൾക്ക് CMAയുടെ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയും. CMA USA സർട്ടിഫൈ ചെയ്യണമെങ്കിൽ 3 ക്രൈറ്റീരിയാസാണ് നമ്മുടെ മുന്നിലുള്ളത്. ആദ്യത്തെ തന്നെ ആ CMA USAയുടെ 2 പാർട്ട് എക്സാംസും ക്വാളിഫൈ ചെയ്യലാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അനദർ 2 ക്രൈറ്റീരിയ, ഇത് ക്വാളിഫൈ ചെയ്തതിന് ശേഷം വിത്തിൻ 7 ഇയേഴ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ട 2 ക്രൈറ്റീരിയാസ് കൂടിയുണ്ട്. അതിലൊന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, രണ്ടാമത്തതാണ് 2 ഇയേഴ്സ് ജോബ് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഈ 3 ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ആവലോട് കൂടിയാണ് നമ്മളൊരു CMA USA സർട്ടിഫൈഡ് ആയിട്ട് മാറുന്നത്. CMA USAയുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് 2 പാർട്ട് എക്സാംസ് മാത്രമേ CMA USAയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വെറും 2 പാർട്ട് എക്സാംസ് പാസ്സാവലോട് കൂടി CMA USA ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുമാത്രമല്ല CMA USAയുടെ എക്സാം ടൈമിംഗ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു വർഷത്തിൽ 3 വിൻഡോകളിലായി 6 മാസങ്ങളിലായിട്ടാണ് CMA USAയുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ. ഈ മാസങ്ങളിലെ ഏത് ദിവസങ്ങളിലുമാണെങ്കിലും നിങ്ങൾക്ക് CMA USAയുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റുഡൻസിന് പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് CMA USAയുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നിരന്തരം വരുന്നൊരു സംശയമാണ്. ഈ 2 പാർട്ടുകളിലായി 6 സെക്ഷൻസ് ആണ് രണ്ടിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 6 സെക്ഷൻസിൽ തിയറി പേപ്പേഴ്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം പേപ്പേഴ്സും ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ഒരു കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ള പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ്, ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലേ, ഇതിന് ഭയങ്കര ടഫ്നെസ് ഉണ്ടാവില്ലേ എന്നുള്ളൊരു നിരന്തരം ചോദ്യം നമ്മളെ മുന്നിൽ വരാറുണ്ട്. നമുക്കറിയാം CMA USA എന്നത് തിയറിയും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഇത് ഹൈലി കോൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസാണ് CMA USA ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി കോൺസെപ്ച്വലി ഡിസൈൻ ചെയ്ത് അത് കൃത്യമായി അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആക്കലോടുകൂടി ഈ ഒരു കോഴ്സിനെ നമുക്ക് എത്രയും എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും സാധിക്കുന്നതാണ്. CMA USAയുടെ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 പാർട്ടുകളിലായി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പാർട്ട് 500 മാർക്സിനായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ 72% ആയ 360 മാർക്സ് സ്കോർ ചെയ്താലായിരിക്കും CMA USA ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ 500 മാർക്സ് തന്നെ 75% മാർക്സും MCQക്കാണ്. ബാക്കി വരുന്ന 25% അത് സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. സോ ഈ 2 MCQസും
സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇത് രണ്ടും കൂടിയിട്ടായിരിക്കും നമുക്ക് പാസ്സാവാൻ 360 മാർക്സ് അഥവാ 72% നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്കോർ ചെയ്യേണ്ടത്. സോ 75%ഉം MCQ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് സോഫ്റ്റ്വെയർസിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലോടുകൂടി ഇതിൻ്റെ ഹൈ ലെവലിലുള്ള കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യലോടുകൂടി ഈ കോഴ്സിനെ നമുക്ക് എത്രയും എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 3 ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പാണ് CMA USA അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പാണ്, 2 പ്രൊഫഷണൽ മെമ്പർഷിപ്പാണ്, 3 അക്കാഡമിക് മെമ്പർഷിപ്പാണ്. ഈ 3 മെമ്പർഷിപ്പുകളാണ് CMA USA കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. CMA USA ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സൈലത്തിൻ്റെ ക്ലാസ് റൂമുകളിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.